3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അവര് ബോളിവുഡിൽ ഇതുപോലെ എത്ര ബുഷ് എവിടെ കണ്ടോ അവനവിടെ ആ ബുഷിൽ കയറ്റി കളയും. അല്ല അതല്ല you speak English, right? Yeah, man. Come on. You speak English, man. Yeah. So Come on, tell me. Hi, Amira. How are you? How is Kerala taking you? Very good. Yeah. അതല്ല ഉണ്ണി ഒരു സാധനം കിട്ടി. How is treating doctor? Wait. പെട്ടെന്ന് തീർക്ക് ഞാൻ പറഞ്ഞു പെട്ടെന്ന് തീർക്കുന്നു. തീർക്കാൻ പറഞ്ഞില്ല, പക്ഷെ ഒരു സന്തോഷമല്ലേ? എടാ എന്തുവാടാ? ഇല്ല എടാ ആ സിനിമയിലുള്ള നീ 1-2 സാധനം ലവ് ആക്ഷനിൽ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് വെച്ചു. അപ്പൊ പുള്ളി ഞാൻ പറഞ്ഞ ആണോ, ഞാൻ ആ കഥയാണോ പറഞ്ഞത്? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നീ അവിടെ അന്ന് വളർന്ന് പോയതല്ലേ. അത് ചിലപ്പോ ഓർമ്മ തിരിച്ചു കിട്ടും. അതിന് ഇംഗ്ലീഷിനൊരു പ്രശ്നമുണ്ട്. മലയാളം പറയും എന്നിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കും. ഞാൻ ആക്ച്വലി ആ സമയത്ത് നോട്ട് ചെയ്ത ആളാണ്. സിനിമയില് ഫഹദ് ആണെങ്കിൽ ഷോർട്ട് ഫിലിമില് ഉണ്ണിയാണ് അല്ലേ റൊമാൻറ്റിക് ഹീറോ. ഷോർട്ട് ഫിലിം നെറ്റ്ഫ്ലിക്സ് വരെ എടുക്കാൻ നിന്നാ. I don't know. അതല്ല ദിവ്യ അമേരനോട് ചോദിക്കുക. ഹലോ ഹായ് വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ച് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ഏറ്റവും അടുത്ത് March 20th തിയേറ്ററിൽ റിലീസാകാൻ പോകുന്ന ആ പേരിൽ തന്നെ ഒരു ഗാംഭീര്യമുണ്ട്. ആൻഡ് ദ മൂവി നെയിം ഇസ് ഭീഷ്മർ. അതെ ഭീഷ്മറിന്റെ ആ ബറ്റാലിയൻ ടീമാണ് അത് എൻ്റെ കൂടെ ഉള്ളത്. ഈ പടത്തെ പറ്റി നീ ഒന്ന് ഭീഷ്മർ എന്ന് പറഞ്ഞേ. അയ്യോ അവർക്ക് കാണുന്നവർക്ക് മനസ്സിലാവും. പടത്തിന്റെ പേരെന്താ? പടത്തിന്റെ പേര് പറയില്ല. ഭീഷ്മർ. ഉണ്ണി സത്യമാണോ? ഷുഗർ കട്ടായിരുന്നു കേട്ടു. ഷുഗർ കട്ട് കാരണം വയർ അപ്സെറ്റ് ആയല്ലേ? പെട്ടെന്ന് ഷുഗർ കഴിച്ചിട്ട്. വിഷ്ണുകൃഷ്ണൻ കാരണം ഷുഗർ കൊടുക്കാൻ പാടുണ്ടോ വിഷ്ണു? ഞാൻ ചോദിച്ചത് നാളത്തെ സുപ്രഭാതം നമുക്ക് ഉറപ്പില്ലല്ലോ. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു മധുരം കഴിക്കാൻ നീ ഇത്രയും വലിയ ഒരു മധുരം ഒന്നും അല്ല, ഒരു ചോറ് മധുരം എടുത്തിട്ട് വെറുതെ അല്ല, ഞങ്ങൾ ഷുഗർ കട്ടായി ചെറിയ ഷുഗർ കഴിച്ചു കുറച്ചധികം ബോഫേ ആയിരുന്നു. കൂട്ടാൻ നിൽക്കായിരുന്നു, തീർത്ത് വേണം. ഭീഷ്മറിന്റെ ആ ബറ്റാലിയനാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് അല്ലേ? കൂടുതൽ അധികം കൂടുതലുണ്ട്. വേണ്ട, ഞാൻ ഷുഗർ കട്ടല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും അത്ര പ്രഷർ കൊടുക്കണ്ട. വേണ്ടല്ലേ? എന്നാ പിന്നെ വേണ്ട. ഓക്കെ. പണ്ടൊക്കെയാണ് മസിലൊക്കെ ഉള്ള സമയത്താണ് കീറി വന്നത്. ഇപ്പോഴും ഉണ്ടല്ലേ? ചെയ്തില്ലേ? ലുക്ക് മസിൽസ്. He's actually showing you. അമീർ ബോളിവുഡിൽ ഇതുപോലെ എത്ര മസിൽ കണ്ടു വന്നത് അല്ല അല്ലേ അമീറ? And Bollywood, you have seen so many muscles. yeah, Very funny guy, right? but he's talking facts. What? He's talking facts. Facts. But in between, അമീർ I am fat എന്നാ പറഞ്ഞത്. He's very fat. Fact. Control ഒക്കെ ഉണ്ടായിരുന്നു. He became slim actually. Now fat. No, I'm saying fact. Fact. Not fat. You say fat, no? No, I said fact. Okay, He's okay. talking fact. Fact. He was just beating around the bush. Silly boy. Oh my God. No. Wow. അത് ഈ അളിയ ആ സാധനല്ലേ, അത് ഈ അവസരത്തിലല്ലേ ഉപയോഗിക്കണ്ടേ? ചുമ്മാ ഇരിക്കട്ടെ. ഓ ഇവ ആരോടും പറയ, ഇവനത് അറിയില്ലല്ലോ.
അഖിലേട്ടൻ അറിയാം അല്ലേ? അഖിലേട്ടൻ കേട്ടിട്ട് പോലില്ല. ആ സമയത്ത് ഒരു ഓ, കേട്ടാ ഇപ്പൊ അല്ല, എന്താ പറഞ്ഞത്? കേട്ടാ മനസ്സിലായി. ഒന്നുമില്ല. Broken English. That's all. അതേ പറഞ്ഞേ മീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്. മീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് വെച്ചാൽ എന്താണ്? മീറ്റിംഗ് മീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്. ബീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ജയിക്കാന്ന് ചെയ്യാൻ ആ ബീറ്റ് ചെയ്യാം മീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്. ബുഷ് ഇറൗണ്ട് ബുഷ് ബുഷിന് 4 രൂപ. ഇതിന്റെ 4 ചുറ്റും ആ. മീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്. ബീറ്റ് എന്ന് പറഞ്ഞാ ഇറൗണ്ട് ചുറ്റും അധികം beat വേണ്ട. Slowly. ബുഷ് എന്താ? എടാ അതിന്റെ ലിറ്ററൽ മീനിങ് അല്ല, അതൊരു ഫ്രേസ് ആണ്. ജോർജ് ബുഷ്. അറിയാം പാസ്. ഇവന്റെ അടുത്തിട്ട് ഞാൻ വേറെ യൂണിവേഴ്സായി. Amira will explain you. Explain. It means that you know, you say something and to cover up you say something else for that person to not feel bad. അത് ദിവ്യ explain ചെയ്തേ. Yeah. അത് കവറപ്പ് ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ടിട്ട് വേറെ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലായി. ആ മനസ്സിലായി. വീടിനടുത്ത് കിടന്നുള്ളൂ. ആ Perfect bushman. Okay. അപ്പോ Perfect bushman. അത് ഇവൻ അങ്ങനെ നോക്ക് ഫുൾ ടൈം ബുഷിന്റെ അവിടെയാ. ബീറ്റിംഗ് ആൻഡ് ബുഷ്. പിന്നെ പലപ്പോഴും ഇവന് കിട്ടുന്ന ബീറ്റും ഏതെങ്കിലും ഒരു ബുഷിന്റെ ഇടയിലൊക്കെ ആയിരിക്കും. ബുഷ് എവിടെ കണ്ടോ അവൻ അവിടെ ഇവിടെ പറയില്ലേ ബുഷ്, ആ ബുഷിൽ കയറ്റി കളയും. അല്ല അതല്ല, അതെ നീ എന്താ പറയണേ? നീ എന്ത് ചിന്തിച്ചേ? നീ അതല്ല, അതെന്നെ ഉദ്ദേശിച്ചേ. ഞാൻ പറഞ്ഞ തണല ഉദ്ദേശിച്ചേ. ഷാഡോ. ട്രീസിലാ ആ സാധാരണ, ബുഷ്. ബുഷിന് സാധാരണ പണ്ടൊക്കെ നമ്മൾ ആ ബുഷിനിടയിൽ പോയിട്ട് തണല കിട്ടില്ലേ? ബുഷ്. ബുഷ് എന്താടാ? Jokes about, yeah, like that. So he is actually a bushman. Okay. ആലോചിക്കണം, ഒന്നും അറിയില്ല പോലെ കൂടെ അവസ്ഥ. He's a bush. പക്ഷെ ഒരു കാര്യത്തില് ഉണ്ണിക്ക് സങ്കടമുണ്ട്. കാരണം ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വണ്ടി തരാൻ, ഞാൻ തന്നെ പറഞ്ഞു ഉണ്ണി ഒരു വണ്ടി എടുത്തായിരുന്നു, ഒരുപാട് അല്ല, സന്തോഷം. ഞാൻ അവൻ പറഞ്ഞു അവൻ കാർ എടുക്കുന്നത് എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ എന്നെ വിളിച്ചതെന്ന് അറിയില്ല. അവൻ എന്നോട് ചോദിച്ചു, ചേട്ടാ ഞാൻ കാർ എടുത്താലോ എന്ന് ആലോചിക്കും. ഞാൻ പറഞ്ഞു നീ ഇപ്പൊ കാർ ഒന്നും എടുക്കണ്ട, വെറുതെ പൈസ വേണം. എന്റെ കാർ വാങ്ങിച്ചിട്ട് വെറുതെ പൈസ വേണം, കയ്യിൽ എത്ര പൈസ വേണം? പറഞ്ഞു കാർ എടുക്കാൻ ഞാൻ കുറച്ച് ഇങ്ങനെ എടുത്താലോന്ന് ഇരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീട്ടിൽ കുറെ കാർ കിട്ടുന്നുണ്ട്, നീ ഏതാന്ന് വെച്ചാൽ വണ്ടി എടുത്തോന്ന് പറഞ്ഞല്ലോ. ബാക്കി പറഞ്ഞു. അപ്പൊ ഇവന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കാർ എന്തിനാന്നുള്ളതും കൂടെ അറിയണമല്ലോ. പിന്നീടാണ് ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്. അല്ല പല പല ബുഷിനിടയിലും കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൊടുത്തില്ല. കൊടുത്തില്ല. ഇപ്പൊ ഈ കാർ ഇവന്റെ കാർ സ്കെച്ചാ. സ്കെച്ച്. അല്ല പക്ഷെ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞു. എടുത്തില്ല. പിന്നെ അല്ല അത് എടുത്തോന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ വിളിക്കൂന്ന് വിചാരിച്ചിട്ടല്ലോ പറയണത്. അപ്പൊ തന്നെ വിളിച്ചേക്കണ്. പിന്നെ കാർ ഒരു സെലക്ട് ചെയ്യാൻ പറ്റാതെ ഉള്ള എല്ലാ കാറും നിരത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് കൊടുക്കായിരുന്നു, കുഴപ്പമില്ല അല്ലേ? അല്ല അവൻ കാർ വാങ്ങി അപ്പോഴേക്ക്. കാറ് വാങ്ങി എന്നുള്ള പോസ്റ്റ് കണ്ടതിന് ശേഷമാണ് പിന്നെ തിരിച്ചു വിളിച്ചത്. എന്താടാ വിളിച്ചത്? ഇതിന്റെ കോള് കണ്ടില്ലായിരുന്നു. ഭീഷ്മർ എന്താണ് പരിപാടി? കാരണം ഒരു 1 day ഹാപ്പൻ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണെന്ന് ഞാൻ പറയുന്നു. ഒരു ദിവസം ഒരു നൈറ്റ് ഹാപ്പൻ ചെയ്യുന്ന സ്റ്റോറി, പിറ്റേ ദിവസം ആകുമ്പോൾ സ്റ്റോറി തീരുന്നു. Am I right? Yes. And it's a fun-filled family comedy thriller. Yeah. Oh, you Yeah. bang, you pay. Yes. Bang on the bullseye. Bang you pay no. ഇവന് You bang you pay. അല്ലെങ്കിൽ ഒരു 10 ബാങ്ക് അറിയാം. ഇത് ഇങ്ങനെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. ഇതെല്ലാം ഞാനാ പഠിപ്പിച്ചിരുന്നത്. ഇതിൽ കിടന്നിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് ഇറക്കും. Bang you pay. Yes, പറയൂ. ആ ഒരു ഇതിന്റെ പരിപാടി പറയൂ. ഹാപ്പനിങ് സർ. ഒരു കോമഡി ഫാമിലി മൂവി, ഒരു 1 day ഹാപ്പൻ ചെയ്യുന്ന ഒരു മൂവി, ഒരു പച്ചക്കറി കച്ചവടം ഒക്കെ ചെയ്ത് ശീലിച്ച ഒരു വ്യക്തിയാണ് ധ്യാൻ എന്ന് വെജീസ് ആണല്ലോ. വെജി റിയലി? അല്ലല്ല, വെജീസ് പച്ചക്കറീസ്. വെജിറ്റബിൾ സ്റ്റോർ. സീരിയസ്ലി എങ്ങനെ ഉണ്ടായിരുന്നു പച്ചക്കറിക്കാരൻ കടക്കാരനായിട്ട്? അങ്ങനെ ചോദിക്കുമ്പോ എന്റെ പേര് മുരുകൻ. മുരുകൻ. എന്നെക്കാളും പ്രായമുള്ള 2 തടിമാരന്മാർ എന്നെ മുരുകണ്ണ
മുരുകേട്ട ഞാൻ വിളിക്കുന്ന ഷാജുണ്ണെ അച്ഛന്റെ പ്രായമുണ്ട് മനുഷ്യൻ. മുരുകേട്ടാ നിങ്ങൾ ഈ ചെയ്യുന്ന മുരുകേട്ട അതിനപ്പുറത്തേക്ക് എന്ത് അങ്ങനെ ഒരു പച്ചക്കറി നടത്തുന്ന മുരുകണ്ണൻ. തിരുവനന്തപുരത്ത് ഞാൻ മുരുകണ്ണനാണ്. മുരുകേട്ട കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു പച്ചക്കറി വിൽക്കാൻ കടയിൽ? അഖിലേട്ടൻ ഷാജുണ്ണൻ നിങ്ങളുടെയൊക്കെ അണ്ണനായിരുന്നു. സ്റ്റാഫാ പുള്ളി താമസം. ഇതുപോലെ തന്നെ ഫണ്ണായിരുന്നു അതിനകത്തെ ഞാൻ പറഞ്ഞത് കഥാപാത്രം. ക്യാരക്ടർ ഫണ്ണല്ല. അല്ല അല്ല ഞങ്ങള് മൊത്തം ഫണ്ട് തന്നെ ക്യാരക്ടർ. ഞങ്ങളെന്ത് അല്ല മുരുകണ്ണൻ ഫണ്ണൊന്നുമല്ലോ. മുരുകണ്ണൻ ഫണ്ട് ഫണ്ണായിരുന്നു അത്. അല്ല നമ്മളൊരു സാധാരണ ശുദ്ധനായിട്ടുള്ള പാലക്കാട്ടുള്ള സാധാരണ എന്താ പറയണ്ടേ ചെറിയ പച്ചക്കറിയൊക്കെ വിറ്റ് നടക്കുന്നതിനിടയിൽ പ്രശ്നക്കാരൊന്നുമല്ല. ഇപ്പോൾ ഇതുപോലെ തന്നെ സാധാരണ സത്യം ഇത് ഏകദേശം ഇതേപോലെ ഇത് അവിടത്തെ കോസ്റ്റ്യൂം. കടയിൽ നിന്ന് എടുത്തിട്ടൊന്നും അതിലൊരു ചെറിയ സാധനം ഇട്ടിട്ടുണ്ട്, ചരട്. അപ്പൊ ചെറിയ വ്യത്യാസങ്ങൾ പിടിക്കും ഞാൻ. അങ്ങനെ അത് കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനം ഉണ്ടാവും. സിനിമ കണ്ടിട്ട് വ്യത്യാസം അങ്ങനെയുള്ള വളരെ ശുദ്ധരായിട്ടുള്ള വളരെ നാട്ടുമ്പുറംകാരായിട്ടുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള 2-3 ആൾക്കാരാണ് ഞങ്ങളുടെ ബേസിക് ക്യാരക്ടർ. ബേസിക്കലി ഞങ്ങൾ വലിയ പ്രശ്നത്തിനൊന്നും പോവാത്ത അലമ്പൊന്നും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതിനിടയിൽ ഒരു തല്ലിപ്പൊളി കയറി വരികയും അദ്ദേഹത്തിന്റെ വരവോടുകൂടി ഒരു വാക്കുണ്ടായിരുന്നല്ലോ, വരവോടുകൂടി അതന്നെ വിഷ്ണുവിന്റെ വൃത്തികെട്ടവൻ. അവന്റെ വരവോടുകൂടി ഉണ്ടാവുന്ന ഒരു രാത്രി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുകയും ആവശ്യമില്ലാത്ത വള്ളി പിടിക്കുന്ന അങ്ങനെയുള്ള വള്ളി പിടിച്ചു വെച്ച് അതിന്റെ പുറകെ പോയി അതൊരു ചെറിയ വള്ളിയുടെ മറ്റേറ്റത്തുള്ളവനാണ് വലിയ വള്ളി. ഇതിപ്പോ സിനിമ അല്ലെങ്കിൽ പോലും ജീവിതത്തിലാണെങ്കിൽ ഇതെങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ലൊക്കേഷനില് പലത് പ്രശ്നങ്ങളും അങ്ങനെ പലതും വന്ന് നമ്മളങ്ങനെ അറിയാതെ പോയി. അതൊക്കെ ഈ പറഞ്ഞ പോലെ മുരുകണ്ണനെ പോലത്തെ ആൾക്കാരൊക്കെ ഇടപെട്ട് സോൾവ് ആക്കി. ഒന്ന് പാലക്കാട്, കോയമ്പത്തൂര്, പാലക്കാട് ബോർഡർ ആണല്ലോ. പല കേസുകളും തമിഴ്നാട് പോലീസിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവിടെ പലതും അവിടെ ബോർഡർ ചെറിയ കേസുകൾ. മുരുകണ്ണനാണോ ഒരുക്കൊണ്ട് വന്നത്? അവിടെ മുരുകണ്ണന്റെ പേര് കൊണ്ട് ഒരു കാര്യമില്ലല്ലോ. മുരുകണ്ണന്റെ പേരിൽ ഓൾറെഡി അവിടെ പല കേസുകളും. ശരിയാ, പിന്നെയാണ് അടുത്ത പേരുന്നല്ലേ. ഓക്കെ അമീറ. Yeah. Hi. Hi. You understand Malayalam, right? കുറച്ച്. പറയൂ. You understand Malayalam, right? No. Okay. I have to beating around the bush. Ali, you speak English, right? Yeah, man. Come on. You speak English, man. Yeah. So Come on, what is your tell me. character? Hi, Amira. How are you? How is Kerala treating you? Very good. Yeah. അതല്ല ഉണ്ണി ഒരു സാധനം കിട്ടി. How is treating doctor? Wait. How is Kerala treating? Let me ask her, man. നേരത്തെ ബാത്റൂമിൽ കയറുന്ന മറ്റേ കഴിഞ്ഞ ഇന്റർവ്യൂല് ഇവരെല്ലാം ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ബാത്റൂമിൽ കയറിയപ്പോ ഇംഗ്ലീഷ് അറിയാത്ത ആ ഏരിയ ഒരു തലത്തെ പിടിക്കാൻ പറ്റുന്നില്ല. കണ്ണാടി നോക്കിയിരുന്നു. നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിന്റെ കേസ്. ഏതോ ഒരു സങ്കട സമയത്ത് അവൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു പോയി ഇംഗ്ലീഷ് അറിയാത്ത വിഷമോണ്ട്. പുള്ളി അത് ചാനൽ ഇന്റർവ്യൂല് പറയുമെന്ന് വിചാരിച്ചോ? നീ ഇപ്പൊ പറഞ്ഞത്ര പോലും ഞാൻ പറഞ്ഞിട്ടില്ല. I'm telling you, man, you're crazy. കുഴപ്പമില്ല. How are you? Fine. Okay. So Amira, tell me about your character. Oh, my character's name is Rasia. She's a very innocent, genuine, honest girl, college-going girl, a Muslim girl. You paired with Vishnu, right? No, with both of them. Yeah, I think both of them.
So I'm not actually paired with anybody as such, but then the situation is created. But then the situation is created in a way where she gets into trouble, and parallelly a lot of things are happening around in the story. Okay. So how she gets trapped into that, and how she comes back from How that you trap recover at from the the end of trap that. and all, right? Yeah, I mean it's all me getting into it and falling in the trap and then getting out of it. Is the story about Just a Russia. one-day story and you coming Yeah. out of the trap on the Yeah. second. ഇവൻ ചോദിച്ചോട്ടാ ഇന്റർവ്യൂ ഫോണിൽ വരുമ്പോഴേ താഴെ മലയാളത്തിൽ എഴുതി കാണിക്കും ഉണ്ട്. Subtitle അല്ലേ? കേട്ടില്ല എന്താണ് പറഞ്ഞത് Was it the പക്ഷെ same അളിയൻ in the ഇംഗ്ലീഷിൽ location also? Was it the same in the location also? പക്ഷെ സംഭവം അറിയാമോ ഇപ്പൊ ഞാൻ പറയാം ആ. അളിയന്റെ ഇംഗ്ലീഷിന്റെ ഒരു പ്രശ്നമുണ്ട് ആ. മലയാളം പറയുമ്പോൾ അളിയൻ എന്നിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കും ഇംഗ്ലീഷ് പറയുമ്പോ Was it the same in the location also എന്ന് ചോദിക്കാൻ പറ്റില്ല. അത് ആദ്യം കൂടെ പിടിക്കുന്ന ആറ്റിറ്റ്യൂഡ് The accent, right? അവിടെ സത്യം പറയാം അളിയന്റെ ഇംഗ്ലീഷ് അവിടെ വരെ കേൾക്കുന്നില്ല അല്ലേ കേൾക്കുന്നില്ല She is sitting close to me, right? No, it's അതല്ല the അതൊന്നും അല്ല പിച്ച് കൂട്ടിയാല് ആക്സെന്റ് പോവും boys are always talking in the class. Yeah, man. Come on, tell me. So what was the location? Actually, It was pretty much the same. Like very fun. Yeah, very fun yet very disciplined because we had to complete the shoot also at the same time because it was at night and we were working at night and we were not used to work the entire night and then sleep in the morning. So our sleep schedule was not The most of the shoot was at night. yeah, the night, pretty okay. much. I think 90% of it was at night. ദിവ്യ പറയൂ. എന്തോ അത് ഞാൻ ഇങ്ങനെ കൈ കാണിച്ചപ്പോ പോസ്റ്ററിൽ നോക്കി കൈ ആ കാണിക്കുന്നത്. എനിക്ക് തോന്നിയേ ഞാൻ നോക്കുമ്പോ നമ്മുടെ ഇടയിലെ കൈ കാണിക്കും ഇങ്ങനെ കൈ കാണിക്കും ഞാൻ പറഞ്ഞു, ആരോടാ ഇവിടെ വീഡിയോ കോൾ ചെയ്യരുത്. അല്ലെങ്കിൽ കൈ കാണിക്കാം. ഓക്കെ പറയൂ. ഇതിൽ നിങ്ങളുടെ ഒരു നല്ലൊരു കിടിലം അല്ലേ പാട്ട്. ഓ അതിനൊരു കൈയടി. ഞാൻ What are we clapping for? എന്താ കാര്യമില്ലേ? നല്ല എനിക്കിഷ്ടായി പാട്ട് നല്ല പാട്ട് നല്ല പാട്ട് ഓക്കെ സമ്മതിച്ചു നല്ല കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? ഞങ്ങൾ അതില് ഞങ്ങളെ ഇഷ്ടാവണല്ലോ അല്ലേ? ഞങ്ങൾക്ക് അത് അത് നിങ്ങൾ ചെയ്യുമ്പോ പറയണം അതെ, ഇഷ്ടമായി. അതൊന്നുമല്ലേ പറയണ്ടേ ഇഷ്ടമായിരിക്കുന്നു. ആ ഓക്കെ പാടുന്നു. അവളെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് എപ്പോഴും ഒന്ന് കഴിയാ അങ്ങനെയാ നീരുന്നേ നല്ല ചൂടുണ്ടായിരുന്നു ഇറ്റ്സ് വെരി ഹോട്ട് ആൻഡ് ഓരോ ഷോട്ട് ഇറ്റ്സ് ലൈക്ക് വെരി കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് സോ ചൂടും പക്ഷെ കെമിസ്ട്രി കെമിസ്ട്രി ഒക്കെ അടിപൊളിയല്ലേ എങ്ങനെ തോന്നി അടിപൊളിയായിരുന്നു. അതല്ലേ അത് ചോദിച്ചത്. എന്റെ അഭിനയാണ് പക്ഷെ ഞാൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഷൂട്ട് തീരണമെന്ന് ദിവ്യ പറയുന്നുണ്ട്. അങ്ങനില്ല അത് ഞാൻ പറഞ്ഞോടാ കെമിസ്ട്രി ഭയങ്കര ഞാൻ പറഞ്ഞു ശരിക്കും മറന്നു പോയി കാണും എനിക്ക് ഓർമ്മയില്ല കേട്ടോ എനിക്ക് സത്യം എനിക്ക് അങ്ങനെ ഞാൻ പെട്ടെന്ന് തീർക്ക് ഞാൻ പറഞ്ഞ പെട്ടെന്ന് തീർക്കുന്നു എടാ, തീർക്കാൻ പറഞ്ഞില്ല പക്ഷെ ഒരു സന്തോഷമല്ലായിരുന്നു എടാ എന്തുവാടാ ഇൻവോൾവ് ആയില്ലേ ഇല്ല ഇല്ല അയ്യോ, അയ്യോ. She was not beating around the bush. I didn't want to beat around the bush. അല്ല, റൊമാൻസ് എനിക്കറിയില്ല കാരണം എനിക്ക് ഉണ്ണിനോടാണ് ചോദിക്കുക അറിയില്ല എനിക്ക് സത്യമായിട്ട് അറിയില്ല ഇപ്പോൾ അല്ല അങ്ങനല്ല അവൻ ഞാൻ അറിയൊക്കെ Come ചെയ്യാം. on. അല്ല ഞാൻ പറയുന്നത് സിനിമ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് വളരെ കുറെ ഡ്യൂറ്റും സോങ്ങുകളൊക്കെയാണ് അതെനിക്ക് പരിചയമുള്ള അവളവിടെയൊക്കെ ആകുമ്പോൾ ഒരു കാര്യമില്ല അപ്പോ അല്ല ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും സിനിമയിൽ റൊമാൻസ് ചെയ്യുമ്പോൾ അവരോട് നമുക്കൊരു പ്രണയം കേട്ടിട്ടില്ല ലാൽസാറൊക്കെ പറയുന്ന വെച്ചാൽ അവരോട് പ്രണയം തോന്നണം അല്ലെ ശരിക്കും അങ്ങനെ അങ്ങനെയില്ല അങ്ങനെ നിർബന്ധമില്ല അങ്ങനെ അങ്ങനെ നിർബന്ധം തോന്നിയാൽ ഭയങ്കര ഇമ്പാക്ട് ആയിരിക്കുമെന്ന് സീന് അടിപൊളിയാണ്. അതല്ല കേട്ടു കുടുംബജീവിതത്തിൽ ഭയങ്കര ഇമ്പാക്ട് അതെ അതെ അല്ല see, ആ ഒരു എനിക്കത് മനസ്സിലായുള്ളത് ഉണ്ണിയുടെ ഞാനും പറയാൻ ചില വരും. ഷോർട്ട് ഫിലിമിലൊക്കെ Short film. നിന്റെ ഇവന്റെ ചില മുഹൂർത്തങ്ങൾ നാച്ചുറൽ. അതെ അതിൽ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും തീർച്ചയായിട്ടും. തീർച്ചയായും. ഇന്ത്യൻ സ്റ്റഡീസല്ലേ? റൊമാൻസ് ആണ് അവരുമായിട്ട് അതെ അതാണ് എനിക്ക് അറിയേണ്ടത് നീ ശരിക്കും അങ്ങനെയുള്ള മൊമെന്റുകളിൽ റൊമാൻറ്റിക് ആവുന്ന മൊമെന്റുകൾ നീ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും അവരോടൊരു പ്രണയമോ എന്തോ തോന്നിയില്ല ഫുൾ ആക്ടിങ് ഫുൾ ആക്ടിങ് മൊത്തത്തിലും ഫുൾ ആക്ടിങ് എനിക്ക് തോന്നിട്ടില്ല
ഇല്ല ഉണ്ണി ചെയ്തിട്ടുള്ള കൂടുതൽ റൊമാൻസ് ആണ് ഫുൾ റൊമാൻസ്. ഫുൾ റൊമാൻസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ വലിയ ഫുള്ള് ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. അവർക്ക് നിന്നോടും തോന്നിയിട്ടില്ല. അല്ല നേരെ തിരിച്ചു പറ, അവർക്ക് നിന്നോട് തോന്നിയിട്ടില്ല. ഓക്കെ, നിനക്കൊക്കെ പറ്റി പറ. ഒരിക്കലും തോന്നിയിട്ടില്ല. അവരെല്ലാരും പറഞ്ഞത് ഇപ്പൊ ഈ ചില നമ്മൾ ഒരു സ്റ്റേജിൽ ചെന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ ചില കട്ട്സ് ആയിരിക്കും അത് വൈറലായിട്ട് പോകുന്നത്. അങ്ങനെ റീസെൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തതും പോയതുമായിട്ടുള്ള റീലാണ് ഒരു വേദിയിൻ്റെ ഫ്രണ്ടിൽ ഫഹദ് ഇരിക്കുന്നു. ഫഹദ് ഓടി വരുക ധ്യാൻ പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പ് അതിനിടയിൽ കയറി പറയാൻ വേണ്ടി ഫഹദ് ഓടി വന്ന് ധ്യാൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇതാണ്, കുറേ വർഷങ്ങളായി ഒരു പടത്തിന് വേണ്ടി ഫഹദിൻ്റെ അടുത്ത് പോകുന്നു, ഇപ്പോൾ ഒന്നും ആകുന്നില്ല, ലാൽ സാറിന് വരെ ഡേറ്റ് ഉണ്ട്, പക്ഷേ എന്ന് പറഞ്ഞപ്പോൾ ഫഹദ് ഓടി വന്നു. അങ്ങനെയൊന്നും അല്ല സംഭവം. ആ കഥ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി, പറഞ്ഞ് ഇതുവരെ തീർന്നിട്ടില്ലെന്ന്. ഇത് ആക്ച്വൽ സംഭവം എന്താണ്? അതൊന്നും അതിനൊരു ഇത് വേണമല്ലോ. ആക്ച്വൽ സംഭവം ഞങ്ങള് എനിക്ക് തോന്നുന്നു 2014-15 ഞാൻ ആ സമയത്ത് വേറൊരാൾക്ക് വേണ്ടി എനിക്ക് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു കഥ പറയാൻ വേണ്ടി പോയതാ. മഹേഷിന്റെ സെറ്റിലാണ് ഞാൻ പോകുന്നത്. അപ്പോ അന്ന് പുള്ളി പറഞ്ഞടാ നമുക്ക് അങ്ങനെ ഞാനൊരു എനിക്ക് തോന്നുന്നു 2 ദിവസം 3 ദിവസം ഞാൻ താമസിച്ചു. അവിടെ താമസിച്ച് ഞങ്ങള് എന്നിട്ട് ഷൂട്ട് സ്കെഡ്യൂൾ ആയപ്പോഴും ഗ്യാപ്പ് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് തിരിച്ച് യാത്ര ചെയ്ത് തിരിച്ച് വന്ന്. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ കഥ പറയാലൊഴിച്ച് ഞാൻ കുറച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തിരിച്ചു വരുമ്പോഴും നമ്മൾ ആ കഥയിൽ നിന്നൊക്കെ വിട്ട് തിരിച്ച് വന്ന് വീടെത്തി, പുള്ളിയുടെ വീട്ടിൽ കയറി ചോയ്സിൽ കയറി, അവിടെ നിന്ന് പുള്ളി ആലപ്പുഴ പോകുന്നവരെ പിന്നെ ആ കഥ ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. അപ്പൊ അതാണ് പുള്ളി പറഞ്ഞത്. ആ കഥ എനിക്ക് വന്ന പാതി വഴിക്ക് ഞാനും നിർത്തി. പിന്നെ ഞാൻ സംവിധാനം ചെയ്യാൻ പോയി. അതിനിടയിൽ ഞങ്ങൾ ഇടക്ക് കാണുന്ന സമയത്ത് തന്നെ ഇടക്ക് പുള്ളിനോട് ചോദിക്കും ആ കഥ പരിപാടി എന്നൊക്കെ ചോദിക്കുമെങ്കിലും പിന്നെ ഞാൻ ആ കഥ ആക്ച്വലി മറന്നുപോയി. പറയാൻ പോയ കഥ എനിക്ക് മറന്നുപോയി. എവിടെ പറഞ്ഞു നിർത്തിയെന്ന് അറിയില്ല, എനിക്കറിയില്ല. അപ്പൊ പുള്ളി എന്നോട് ആ ഇത് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, എടാ ആ സിനിമയിലുള്ള നീ 1-2 സാധനം ലവ് ആക്ഷനിൽ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ഞാൻ പറഞ്ഞ ആണോ, ഞാൻ ആ കഥയാണോ പറഞ്ഞത്? അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നീ അവിടെ അന്ന് വളർന്ന് പോയതല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്ത ശരിയാ, ഞാൻ അത് 1-2 സാധനങ്ങൾ, കാരണം ലവ് ആക്ഷൻ അടക്കം ഞാൻ അപ്പോഴെന്താ പറഞ്ഞത് ആ സമയത്ത് ആ സീസൺ എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല. അത് ചിലപ്പോ ഓർമ്മ തിരിച്ചു കിട്ടും. ആ കുറച്ച് കാലഘട്ടം വന്നൊരു അല്ലേ, ദാറ്റ് വാസ് ആക്ച്വലി ബീറ്റിംഗ് അറൗണ്ട് ദി ബുഷ്. ശരിക്കും ഒരു ബുഷിന്റെ ഇടയിൽ പെട്ട പോലെ. അപ്പൊ ആ സീസൺ എനിക്ക് വളരെയധികം നേരത്തെ പറഞ്ഞ പോലെ മെമ്മറി ലോസ് ആയിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞ ഒരു പല കാരണങ്ങളും അറിയാലോ, അടിച്ച സാധനം പലതുമാണ്. അപ്പൊ ആ സീസണില് 15 അപ്പൊ അന്ന് മഹേഷ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അന്ന് പുള്ളി ദ ഫഹദ് ഫാസിൽ ആയിട്ടില്ല. പുള്ളിയുടെ ആ കാലം ചാപ്പയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പൊ പിന്നെ ഞാൻ ആ സംഭവം വിട്ടുപോയി. പിന്നെ പുള്ളി ഓർത്ത് എന്റെ അടുത്ത് റീകോൾ ചെയ്യിപ്പിച്ചാണ്, എടാ അത് നീ അവിടെ അതിലിട്ടിട്ടുണ്ടല്ലോ ആ പറഞ്ഞ സാധനം. പുള്ളിക്ക് അത് ഇപ്പോഴും കൃത്യമായിട്ട് അല്ല പുള്ളിക്ക് എനിക്ക് ഭയങ്കര ആ കഥ പകുതി ആലോചിച്ചപ്പോ എനിക്കിപ്പോ പിന്നീട് ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചു അതിനുശേഷം എന്തായിരുന്നു ആ കഥയുടെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്തോ അതാണ് സത്യം. ആ സത്യം അതിന്റെ കുറെ കഥ അങ്ങോട്ടും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനുശേഷവും ഞാൻ ഇടക്ക് ഞങ്ങൾ കാണുന്ന സമയത്ത് ഞങ്ങൾ അതിനുശേഷം ആവേശത്തിന് സ്കിറ്റ് ചെയ്യാനും അതിനുശേഷം പുള്ളി എന്നെ ഇടക്കിടക്ക് ഞങ്ങള് മറ്റേ വർഷങ്ങൾക്ക് ശേഷത്തിന് പ്രൊമോഷൻ സമയത്ത് എന്നെ വിളിച്ചിട്ട് നമുക്ക് 2ന്റെയും കൂടെ പ്രൊമോഷൻ ഒരുമിച്ച് ചെയ്യാന്നൊക്കെ ഞങ്ങൾ ഇടക്ക് ഫോണിലൊക്കെ പിന്നെ ഒടുമ്പുതിര ചെയ്തു. അപ്പൊ ഇടക്ക് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ കുറെ കാലത്തിന് ശേഷമാണ് പിന്നെ ഈ പരിപാടി കണ്ടപ്പോഴാണ് ഈ കഥയും കാര്യങ്ങളും പരിപാടിനെ കുറിച്ചൊക്കെ പുള്ളി ഓർത്തെടുത്ത് എന്നോട് പറഞ്ഞത്, നീ ഈ കഥ എന്തായി അത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഓക്കെ. ഈ ഫാദറിനെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും അപ്രീസിയേഷൻ തരാൻ ഒട്ടും മടിയില്ലാത്തൊരു വ്യക്തിയാണല്ലോ ഫഹദ് ഫാസിൽ. അങ്ങനെ നോക്കുമ്പോൾ വൺ ഓഫ് ദ ഏറ്റവും അടിപൊളി ഒരു ക്യാരക്ടറായിരുന്നു ദിവ്യയുടെ കള. അതിലെനിക്കൊന്നും കള കണ്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് കഴിഞ്ഞിട്ടാണ് പുള്ളി കണ്ടെന്ന് തോന്നുന്നു. കണ്ടു കഴിഞ്ഞിട്ട് നേരെ ടെക്സ്റ്റ് എടുത്തു. ഇറ്റ് വാസ് ലൈക്ക് അല്ലേ, എന്തായിരുന്നു അത്? No, he sent, you've done really well, come a long way. I was really happy to see me ആ ഒരു ഇതിൽ, ബിക്കോസ് ഞാൻ ഇടയ്ക്ക്
സിനിമ ചെയ്യുന്നില്ല ബിക്കോസ് എനിക്ക് അവിടെ എൻ്റെ ജോലിയിൽ എനിക്ക് പ്രൊമോഷനായി അത് കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു. സോ ഇൻ ബിറ്റ്വീൻ എപ്പോഴോ when we had a chance to speak and he said that you should come back to films തിരിച്ച് ഫിലിമിൽ വരണം ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ഫിലിം ഫഹദിൻ്റെ ഇവിടെ ഇപ്പം ഞാനൊരു തെലുഗു ഫിലിം ചെയ്യുന്നു. ഫഹദിൻ്റെ ഫസ്റ്റ് ഫുൾ ഫ്ലെഡ്ജ് തെലുഗു ഫിലിമാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സ്റ്റോറി. അതൊരു ഫാൻറ്റസി പടമാണ്. അതിൽ ഐ എം പ്ലേയിങ് എ വെരി വൈറ്റൽ റോൾ. So and I got a chance to work with him again. So I mean 11 വർഷത്തിന് ശേഷം നമ്മൾ കാണുന്നത് തന്നെ. ഐ തിങ്ക് ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്നും ഐ ഹാവൻ സീൻ ഹിം. ഇടയ്ക്ക് ഇങ്ങനെ സിനിമ കണ്ടു നല്ലതാണെന്ന് പറഞ്ഞല്ലാണ്ട് ഐ നോട്ട് സീൻ ഹിം. സോ ഇറ്റ് വാസ് നൈസ് ടു വർക്ക് വിത്ത് ഹിം അഗൈൻ. Yeah, but when he says something it means a lot. അതുപോലെ ഉണ്ണിയാണെങ്കിലും ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് മൂവി ചെയ്ത് നമ്മളും ചെയ്തിട്ടുണ്ട്. ഷോർട്ട് മൂവീസ് എടുത്ത് നോക്കുമ്പോൾ അതിലേതാ ഞാൻ ആക്ച്വലി ആ സമയത്ത് നോട്ട് ചെയ്ത ആളാണ്. സിനിമയില് ഫഹദ് ആണെങ്കിൽ ഷോർട്ട് ഫിലിമില് ഉണ്ണിയാണ് അല്ലേ, റൊമാൻറ്റിക് ഹീറോ അല്ലേ, ബീച്ചിലൊക്കെ പോയി റൊമാൻസ് ഒക്കെ ചെയ്ത ആളാണ്. റൊമാൻസ് എന്ന് പറഞ്ഞ ഉണ്ണിയാണ്. ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ല. മില്യൺസ് ചെയ്തെല്ലാം തിരിച്ച് ഷോർട്ട് ഫിലിമിലേക്ക് പോകണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ആ ഇൻഡസ്ട്രി തന്നെ ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രി ഇപ്പോ ഇവനില്ലാതെ പലരും ആ ഇൻഡസ്ട്രി വീക്കായി തുടങ്ങി. ഇവന്റെ ഷോർട്ട് നെറ്റ്ഫ്ലിക്സ് വരെ എടുക്കാൻ നിന്നാ. എനിക്കറിയില്ല. നെറ്റ്ഫ്ലിക്സ് ഏതാണ് Prime and all does know. എനിക്കറിയില്ല. I don't know. Prime ഷോർട്ട് ഫിലിംസും ഒന്നിന്റെ ഷോർട്ട് ഫിലിം എന്താണ് വിശ്വസിക്കുന്നത്? ഷോർട്ട് മൂവിയിലേക്ക് അമ്മയോട് ചോദിക്കാം മലയാളത്തിൽ ചോദിക്കാം. Amira was like, what is happening here? അമ്മയോട് ചോദിക്കാം. Actually, he is actually a heartthrob. He is very, very popular that is short what film. film. He's a king of short films. They'll King praise of him like this short and then they put him down also. So I don't know what to believe. No. This you have to believe. This I have to believe. He is actually the king. Otherwise, he will show. No. He's a superstar. Okay, and the ഏറ്റവും famous short film. 14 Days of Love. 14 Days of Love. അത് ഞാനത് കണ്ടിട്ടുണ്ട്. Platform is it? YouTube? YouTube, yeah. Watch. അത് എത്ര എടാ മില്യൺ? നഹാസ് ചെയ്തതിന്റെ സാധനം അതല്ലേ? ഇപ്പൊ ഈ ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് അധികം സിനിമകൾ Short ചെയ്യുന്നു. film അതുകൊണ്ട് ന്റെ തന്നെ quality ഉള്ളൂ. ഷോർട്ട് ഫിലിം അല്ല, അതില് ഷോർട്ട് ഫിലിമിന്റെ ക്വാളിറ്റി ഉള്ളൂ ഈയിടെയായിട്ട് വരുന്ന. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ഒരു ഫിലിം ചെയ്യുമ്പോൾ ധ്യാനെ വിളിക്കാം, ധ്യാൻ വരും അഭിനയിക്കാം എന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് മിസ്അണ്ടർസ്റ്റാൻഡിങ് വാട്ടെവർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ല. സത്യം ആര് വിളിച്ച സത്യമാണല്ലേ. അല്ല, അങ്ങനെ കുറേയധികം കോൾസ് ധ്യാനം ശരിക്കും വരാറുണ്ട്. കാരണം അവർക്കൊരു മൈൻഡിലൊരു ഇതുണ്ടാവും, ഓക്കെ വിളിച്ചു കഴിഞ്ഞാൽ ധ്യാൻ വിൽക്കാം എന്നുള്ള സംഭവം. കാരണം കുറെ സിനിമകൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുക. പിള്ളേർ ടീമായിരിക്കാം പറ്റൂല വരുന്ന വിളികൾ എണ്ണം. കാരണം വിഷ്ണു വിടുന്ന പടങ്ങള്, ഉണ്ണി വിടുന്ന പടങ്ങള്, ഇതൊക്കെ എനിക്കല്ലേ വരുന്നേ. ഇവരൊക്കെ ഇങ്ങനെ ചൂസ് ചെയ്ത് തുടങ്ങിയാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ പലരും വിടുന്ന പടങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അവര് ചിലപ്പോ അതിനെ വെച്ചിട്ടോ ദുൽഖറിനെ വെച്ചിട്ട് ആലോചിക്കുന്ന സിനിമകളാണ് അവസാനം ഞാൻ ചെയ്യേണ്ടി വരുന്നത്. അവിടെ നിന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാർ പലപ്പോഴും. ഞാൻ അതിന്റെ ഏറ്റവും അവസാനത്തെ എക്സിറ്റ് ഗേറ്റിൽ നിൽക്കുന്ന ആളാണ്. എന്നുവെച്ചാൽ എല്ലാരും കറങ്ങി വന്ന് അവസാനം നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കാത്തിരിക്കുമല്ലോ. സാറാ ഒരു പക്ഷം പടങ്ങൾ, ചില പടങ്ങൾ അപ്പൊ അവര് ശ്രമിച്ചിട്ടുണ്ടാവും. കാരണം ആരും തന്നെ എന്നെ വെച്ച് സിനിമ ചെയ്യാൻ വരുന്ന കുറെ ആൾക്കാരുണ്ടാവുമായിരിക്കും. ചില സിനിമകൾ അവര് പല വഴിക്ക് ശ്രമിച്ചിട്ട് പിന്നീട് എന്നെ അടുത്ത് വരുന്നതായിരിക്കും. അവർ പറഞ്ഞിട്ടുണ്ട് പലരും. ഇപ്പോ ഉജ്ജ്വലൻ വന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞത് അവരിതേപോലെ ഒരാളെ ശ്രമിച്ചതാ. ഓക്കെ, ആ ശ്രമിച്ച് രണ്ടാമത്തെ ആളായിരുന്നു ഞാൻ. ഓക്കെ,
അപ്പോൾ അതേപോലെ ചില സിനിമകളൊക്കെ തന്നെ പലരോടും പറഞ്ഞ് നടക്കാതെ വരുമ്പോൾ നമ്മളെടുത്ത് വരും. ചിലത് നമുക്ക് വേണ്ടി ആലോചിക്കുന്ന സിനിമകളുണ്ട്. അപ്പം ഇതിപ്പോൾ വെച്ചാൽ നമ്മൾ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ മിക്കവാറും നമുക്ക് പരിചയമുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ വഴി വരുന്ന സിനിമകളാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാവും. അപ്പോൾ അവർ പറയും ഞാൻ ഇതാണ് പ്രൊജക്റ്റ്, ഇതാണ് ഇതാണ് നമ്മുടെ ആളാണ്, നമ്മുടെ ആൾക്കാർ. പിന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള ആൾക്കാരുടെ സിനിമകളെ ആക്ച്വലി ഞാൻ ചെയ്തിട്ടുള്ളൂ. അത്രയും പരിചയമുണ്ടായി എന്നുള്ളതാണ് ഇത്രയും വർഷത്തിനിടയിൽ. കാരണം ഒരു സിനിമ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സിനിമയുടെ താഴെ ഡയറക്ടറിന് താഴെ ഒരു 8, 7, 6 അസോസിയേറ്റ്സും അസിസ്റ്റൻസും ഉണ്ടാവും. ഇവരൊക്കെ ഒരു സിനിമ സ്വപ്നം കണ്ട് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ 10 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 പടത്തിലും 5, 6 വെച്ച് അസിസ്റ്റൻസും അസോസിയേറ്റ്സ് ഉണ്ടെങ്കിൽ 60 പേരായി. അപ്പോൾ ഈ 60 പേരും പിന്നീട് സിനിമ ചെയ്യാൻ വരുമ്പോൾ ആ ചേട്ടൻ്റെ അടുത്തൊരു കഥ പറയണം, എന്നിട്ട് അവർ നമ്മളെ അടുത്തായിരിക്കും ആദ്യം വരിക. അപ്പോൾ ഞാൻ പറയും എടാ എന്നെ വെച്ച് ചെയ്യണ്ടടാ, നീ നല്ല ആരെങ്കിലും വെച്ച് ചെയ്യടാന്ന് പറയുമ്പോൾ അവരെല്ലാം ചേട്ടൻ ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും ശരി, നിനക്ക് അതാണ് ഇഷ്ടം, ഞാൻ ചെയ്യാം എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് പല സിനിമകളും. അപ്പോൾ പല സിനിമ ഉണ്ടാവുക, സിനിമ സംഭവിക്കുക, അതിൻ്റെ ആ ഡയറക്ടറിൻ്റെ കൺവിക്ഷൻ്റെ വിശ്വസിച്ച് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു പ്രൊഡക്ഷൻ വരിക, അതൊക്കെയാണ് ഇന്ന്. അത് വളരെ കുറഞ്ഞു സത്യം പറഞ്ഞാൽ. വളരെയധികം സിനിമയുടെ എണ്ണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ എണ്ണം ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ബിക്കോസ് പ്രീ റിലീസ് ബിസിനസ് ഇല്ല, തിയേറ്റർ നിന്നുള്ള കളക്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത്രയും ഉറപ്പുള്ള അല്ലെങ്കിൽ അത്രയും കഴമ്പുള്ള സിനിമകൾക്ക് മാത്രമേ ഇനി തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾക്ക് ഇനി പ്രസക്തിയുള്ളൂ ഇനിയുള്ള കാലത്ത്. അപ്പോൾ ഇനി എല്ലാവരും ചൂസ് ചെയ്യാതിനപ്പുറത്തേക്ക് ഇനി എല്ലാവരും നല്ല സിനിമ ചെയ്താലും മാത്രമേ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് ഭയങ്കര റിയാലിറ്റിയാണ്. മാത്രമല്ല ഇപ്പം ക്യാരക്ടർ റോൾസ് ചെയ്യുന്നതിലുപരി നമ്മളിപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു ലീഡ് റോൾ ചെയ്യുന്നതിലുള്ള റിസ്ക് ഫാക്ടർ ഞാൻ വിഷ്ണുവിനോടും കൂടെ ഞാൻ ചോദിച്ചു. ഇപ്പോൾ ലീഡ് റോൾസ് ചെയ്യുന്ന എപ്പോഴും വളരെ ഒരു പോസിറ്റീവ് പരിപാടിയാണ്, പക്ഷേ അതിൻ്റെ തന്നെ അതിൻ്റെ റിസ്ക് ഫാക്ടർ കൂടുതലല്ലേ വിഷ്ണു, എന്താ തോന്നുന്നത്? അല്ല അങ്ങനെയുണ്ട്. മീൻസ് നമ്മളെയും പേഴ്സണലി അത് ഇപ്പോൾ ഒരു പടം വർക്കായില്ലെങ്കിൽ നമുക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാനസികമായിട്ടും, അല്ലാതെ കരിയർ വൈസും ഒക്കെ. നമ്മളാരും ഒരിക്കലും പടം നന്നാവണമെന്ന് വിചാരിച്ചിട്ടല്ല എല്ലാ സിനിമകളും ചെയ്യണം. അത് ഈ തുടക്കം നമ്മൾ പ്രതീക്ഷിക്കണ പോലെ തന്നെ ഔട്ട് വരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി വന്നാലും അത് അതേപോലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ സ്വീകരിക്കപ്പെടണമെന്നില്ല. അത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇതിനൊക്കെ. നന്നായാൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ പരിപാടി. അതുപോലെ തന്നെ ഇപ്പോൾ കോമഡി ആണെങ്കിലും, ഇപ്പോൾ കോമഡി സ്ക്രിപ്റ്റിംഗ് നിങ്ങൾ ഇവനൊക്കെ ആയിട്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിലും, ഇപ്പോൾ ഒരു 10 years ബാക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കോമഡി ഇപ്പോൾ ഒരുപാട് നമ്മൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ടൈമല്ലേ. ഇപ്പോൾ കോമഡി നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഒരു ഇരട്ടി നമ്മൾ ശ്രദ്ധിക്കണോ, അതിനകത്ത് ഇത് വരരുത്, അങ്ങനെ വരരുത്, അങ്ങനെ ഒരു പ്രോബ്ലം. ഇപ്പോൾ സ്റ്റേജൊക്കെ ചെയ്യുന്ന അഖിലേട്ടനറിയാം, പണ്ടൊക്കെ ആരും ഒന്നും ജഡ്ജ്മെൻ്റ് ഒരു പരിപാടിയില്ല, പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ കാര്യം വരെ അത് കുത്തിപ്പൊക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ. അതെ പലരും അനുഭവിക്കുന്നുണ്ട്. പണ്ട് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ കൊണ്ടിട്ട് അതിനെപ്പറ്റി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യൂട്യൂബിലൊക്കെ ഇട്ട് പിന്നെ അത് എല്ലായിടത്തും വരും. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ അത് വീണ്ടും റിപ്പീറ്റ് ഇട്ടിട്ട് പണ്ടത്തെ ആണെങ്കിൽ പോലും അല്ലേ. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു നടന്റെ ഒരു ഫ്ലേവർ കാണിച്ചാൽ മതി മിമിക്രിക്ക്. ആ ഒരു സാധനം കിട്ടിയാൽ മതി. ഇപ്പം മോഹൻലാൽ എന്ന് തോളം ചരിച്ച റേബാൻ ക്ലാസ്സും വെച്ച് അത്യാവശ്യം ഫിഗറിലൊന്നാ മോഹൻലാലേ. ഇന്ന് അതിന്റെ പക്ക ചെയ്ത് കൊടുത്താല് ആൾക്കാർ അംഗീകരിക്കും. അവരും എത്ര കാലം വെച്ച് ഇങ്ങനെ പറ്റിക്കപ്പെടും. അല്ല കാലഘട്ടത്തിന്റെ മാറ്റമേ. അന്നെന്ന് വെച്ചാൽ ചെറിയൊരു ഇമിറ്റേഷൻ അങ്ങനെയായിരുന്നു അല്ലേ സ്റ്റാറിനൊക്കെ. ഇപ്പൊ പക്ക പെർഫെക്ഷൻ ആണ്, AI പോലെ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണ് ലാൽ സാർ തന്നെ വരേണ്ടി വരും. വോയിസിലായാലും എല്ലാത്തിലും അങ്ങനെ തന്നെ. ഒരു ദിവസം വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. 20th തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടിപൊളി ഒരു മൂവി ആവട്ടെ. നമ്മളും ഉണ്ടാവും ദ വെരി ഫസ്റ്റ് ഡേ. അപ്പം all the very best. Thank you so much. Thank you.